ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പർദ്ദയുടെ ഷോൾ വെച്ചിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഈ ഒരു ബ്ലാക്ക് ഷോളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു കരഭാഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ പർദ്ദയുടെ ഷോൾ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഷോൾ എടുത്താലും ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നെറ്റിൻ്റെ ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും ചെയ്താൽ. അങ്ങനെ ഞാനിതാ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ എങ്ങനെ ഓരോ ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഫ്രില്ല് ചെയ്തെടുക്കുന്നത്, രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടല്ല. അങ്ങനെ ഞാനിതാ 2 പീസും ഇവിടെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പീസിൽ വേറൊരു ഐഡിയ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ ഇതിൻ്റെ സ്റ്റിക്കർ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിവാക്കണ്ട കേട്ടോ, കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ചുരുട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള ഫ്ലവറാണോ വേണ്ടത് അത്ര വലുപ്പമാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ആ ഒരു ഷോളിൻ്റെ നീളം മുഴുവനായിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പീസിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഗ്ലൂ ഗൺ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ചെയ്യാം, അതില്ല എന്നുള്ളവർക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യാം. ഇനി രണ്ടും ഇല്ലാത്തവർക്ക് ഇതുപോലെ വെച്ചിട്ട് സൂചിയും നൂലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുത്താലും മതി കേട്ടോ. എന്താ ഫ്ലവറിൻ്റെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഹെയർ ക്രാബ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഈ 2 ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. 2 സൈഡും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലൊരു ഫ്ലവർ ഹെയർ ക്രാബ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 100 രൂപയ്ക്ക് മുകളിൽ ഇതിന് എന്തായാലും റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു പർദ്ദയുടെ ഷോൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ യൂസ് ചെയ്യാതിരിക്കുന്ന ഷോളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ക്ലോത്തുകൾ വെച്ചിട്ടുള്ള നല്ല നല്ല ഐഡിയകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.